കേരളം കണ്ട മഹാനടൻ ശ്രീ വെള്ളാപ്പള്ളി നടേശനെതിരെ ശിവഗിരി മഠം അധ്യക്ഷൻ സ്വാമി സച്ചിദാനന്ദ കരണത്തടിക്കുന്നത് പോലെ ആഞ്ഞ് അടിച്ചിരിക്കുകയാണ്. സ്വാമി സച്ചിദാനന്ദയ്ക്ക് തലയ്ക്ക് വെളിവില്ലെന്നൊക്കെ വെള്ളാപ്പള്ളി നടേശൻ എന്ന മഹാശക്തനായ മഹാമേരുവായ സാമുദായിക നേതാവ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എപ്പോഴും പ്രഖ്യാപിച്ച് നടക്കുന്നുണ്ട്. ഇതെന്താണ് അടിസ്ഥാനം? രാജ്യത്തെ കോടതികൾ പോലും SNDP യോഗത്തിൻ്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് നടന്ന മൈക്രോ ഫിനാൻസ് തട്ടിപ്പിനെ കുറിച്ചുള്ള അന്വേഷണം വേണമെന്നും കൃത്യമായ അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം ക്രൈംബ്രാഞ്ചൊക്കെ ഈ മൈക്രോ ഫിനാൻസ് തട്ടിപ്പിനെ കുറിച്ച് ഊർജ്ജസ്വലമായി അന്വേഷിക്കുകയും റിപ്പോർട്ടുകൾ സമർപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യമുണ്ടായി. ഇങ്ങനെ SNDP യോഗത്തിൽ അംഗങ്ങളായ ആളുകളിൽ നിന്ന് അവരെ മൈക്രോ ഫിനാൻസ് ചെറിയ ധനകാര്യ ഇടപാടുകളിലൊക്കെ സുശക്തരാക്കുമെന്ന് പറഞ്ഞിട്ട് ഈ പണം മുഴുവൻ വസൂലാക്കിയ പണം മുഴുവൻ മറ്റ് സ്വകാര്യ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിച്ചു എന്നതാണ് പരാതി. പല FIRകളുണ്ട്. അത് അങ്ങനെ നിൽക്കുകയാണ്. വെള്ളാപ്പള്ളി നടേശൻ മഹാനടനെന്ന് പറഞ്ഞതിൻ്റെ പശ്ചാത്തലം ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കി കാണും. അദ്ദേഹം സിനിമയിലോ സീരിയലിലോ അഭിനയിച്ചതുകൊണ്ടോ അതൊന്നുമല്ല അദ്ദേഹത്തെ മഹാനടനാക്കുന്നത്. തരം കണ്ട പോലെ ഉരുണ്ട് പിരളാൻ, എങ്ങനെ വീണാലും നാലുകാലിൽ നിൽക്കാൻ സമർത്ഥനാണ് വെള്ളാപ്പള്ളി നടേശൻ. അതുകൊണ്ടാണ് VM സുധീരനൊക്കെ വെള്ളാപ്പള്ളി നടേശനെ തലങ്ങും വിലങ്ങും എതിർക്കുന്നത്. വെള്ളാപ്പള്ളി നടേശൻ ജഗദ്ഗുരുവായ ശ്രീനാരായണ ഗുരുദേവന്റെ മൂല്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ ദർശനങ്ങൾ, അദ്ദേഹത്തിൻ്റെ പ്രീച്ചിങ്സ്, അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങൾ, അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ, അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണങ്ങൾ, അദ്ദേഹത്തിൻ്റെ സാമൂഹിക സംഭാവനകൾ ഒക്കെ തന്നെ അട്ടിമറിച്ച് സ്വന്തം താല്പര്യത്തിനും സ്വന്തം കുടുംബത്തിനും ക്ഷേമമുണ്ടാക്കുക എന്ന അജണ്ടയിൽ ഉറച്ചു നിന്ന് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്ന സാമുദായിക നേതാവാണെന്ന് കേരളത്തിലെ അരിയാഹാരം കഴിക്കുന്ന സർവ്വമാന ജനങ്ങൾക്കും അറിയാം. വെള്ളാപ്പള്ളി നടേശനെതിരെ സമുദായത്തിനകത്ത് പ്രബലമായ മറ്റ് വലിയ ജനക്കൂട്ടം തന്നെ ഉണ്ട് താനും. പക്ഷേ ജനറൽ സെക്രട്ടറി പദവിയിൽ നിന്ന് വെള്ളാപ്പള്ളി നടേശൻ ഇതുവരെ മാറിയിട്ടില്ല. 32 കൊല്ലമായി അദ്ദേഹം തന്നെ ആ കസേര അടങ്കലിലെടുത്തിരിക്കുകയാണ്. ശ്രീനാരായണ പ്രസ്ഥാനങ്ങൾ ശ്രീനാരായണ ഗുരുദേവന്റെ മാതൃക പിന്തുടരണമെന്നും ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനങ്ങളും അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങളും അദ്ദേഹത്തിൻ്റെ ചിന്തകളുമൊക്കെ സമൂഹത്തിൽ നാനാവിധത്തിൽ പ്രചരിപ്പിക്കണമെന്നും ഒക്കെയാണ് സങ്കല്പം. SNDP യോഗത്തിൽ ശിവഗിരി മഠം നേരിട്ട് ഇടപെടാറില്ലെങ്കിലും ഇക്കുറി സച്ചിദാനന്ദ സ്വാമികൾ നേരിട്ട് ഇടപെട്ടിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത് വെള്ളാപ്പള്ളിയോട് തനിക്ക് വ്യക്തിപരമായ വിരോധമൊന്നുമില്ല, പക്ഷേ സംഘടനയുടെ തലപ്പത്തിരിക്കുമ്പോൾ ഗുരുദേവനെ ഒരല്പം മാനിക്കുകയെങ്കിലും വേണം എന്നാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. അത് ഒരു പരിധിവരെ ശരിയുമാണ്. SNDP യോഗം കഴിഞ്ഞ 3 പതിറ്റാണ്ട് കാലത്തെ ചരിത്രം എടുത്തു നോക്കൂ. ഒരു പദയാത്ര അല്ലെങ്കിൽ ശിവഗിരി തീർത്ഥാടന സമയത്ത് ഉദ്ഘാടനത്തിനും സമാപനത്തിനും സാന്നിധ്യം അറിയിച്ചത് കൊണ്ട് മാത്രം നാരായണ ഗുരുദേവന്റെ ശിഷ്യഗണത്തിലോ അല്ലെങ്കിൽ നാരായണ ഗുരുദേവന്റെ സന്ദേശങ്ങൾ നാടുനീളെ പ്രചരിപ്പിക്കുന്നതിന് ഇവർക്ക് കഴിയുന്നുണ്ടോ? പിന്നെ പോരാത്തതിന് പ്രത്യക്ഷ രാഷ്ട്രീയ സമീപനങ്ങൾ. ശിവഗിരി മഠവും അതുപോലെ തന്നെയാണ്. ശിവഗിരി മഠവും കുറേ ലിസ്റ്റൊക്കെ കൊടുത്തതായി നമ്മൾ കേട്ടിട്ടുണ്ട്. അതൊക്കെ മാറ്റിവെക്കാം നമുക്കിപ്പോൾ. ശിവഗിരി മഠം ഇപ്പോൾ ഈ പുതിയ മന്ത്രിസഭയൊക്കെ ഒരുപാട് അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്, ഒരുപാട് അവരെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, അവർക്കൊപ്പം നിൽക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ വെള്ളാപ്പള്ളി നടേശൻ പിണറായി ഭക്തനാണ്, പിണറായി വിജയനൊപ്പമാണ്. പിണറായി വിജയൻ്റെ കാലക്കേട് എന്ന് പറയുന്നത് വെള്ളാപ്പള്ളിയെ പോലുള്ളൊരു സുഹൃത്തിനെ കൂടെ കിട്ടിയതുമാണ്. അതൊക്കെ പൊളിറ്റിക്കലാണ്. പക്ഷേ സച്ചിദാനന്ദ സ്വാമികൾ വെള്ളാപ്പള്ളി നടേശനെതിരെ വടിയൊങ്ങുമ്പോൾ ശ്രീനാരായണീയർ, കേരളത്തിലെ ബഹുഭൂരിപക്ഷം ശ്രീനാരായണീയരും ആർക്കൊപ്പം നിൽക്കും എന്നതാണ് വലിയ പ്രസക്തമായ ചോദ്യം. ആർക്കൊപ്പം നിൽക്കും? സച്ചിദാനന്ദ സ്വാമികൾക്കൊപ്പം, ശിവഗിരി മഠത്തിനൊപ്പം നിൽക്കുമോ, അതോ വെള്ളാപ്പള്ളി നടേശൻ എന്ന മഹാനടനൊപ്പം നിൽക്കുമോ എന്ന് കാലം തെളിയിക്കട്ടെ.